ഇക്കൊല്ലത്തെ ഞങ്ങളെ വ്യാപാരികൾ ടൂർ ഇവിടുന്ന് തുടങ്ങിയിട്ടാ. ഞങ്ങൾ ഇന്നലെ രാത്രി കാന്തല്ലൂർ എത്തി. കാന്തല്ലൂർ റെസിഡൻസിയിലാണ് ഇന്നലെ കിടന്നത്. ഞങ്ങൾ വന്ന ട്രാവലറാണ് ബാക്കിൽ കിടക്കുന്നത്. ഞാൻ ഫ്രണ്ട്ലി ആണ് കേട്ടാ. ഫ്രണ്ട്ലി ഞങ്ങളൊക്കെ വന്ന ട്രാവലർ കണ്ട ഉല്ലാസയാത്ര കാന്തല്ലൂരിൻ്റെ ഇതിന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ 2 ജീപ്പിലാണ് ഇവിടുന്ന്. ഇനി 2 ജീപ്പില്, ഒന്ന് ചോപ്പ്, അത് നമ്മുടെ പച്ച. 2 ജീപ്പിലാണ് ഇവിടുന്ന് യാത്ര. അപ്പോൾ ആദ്യം ഫുഡ് അടിച്ച് എല്ലാവരും ഉണ്ട്. ജോയേട്ടൻ എല്ലാവരും ഉണ്ട് ഇതിനുള്ളിൽ. നമ്മളെ ഇതിൻ്റെ ഉള്ളിലുണ്ട് സെക്രട്ടറിനെ ആട്ടുകൂട്ടിലാക്കി ഓലാക്കിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കായിരുന്നു. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഇവിടുന്ന് ഹോട്ടൽ ദീപയിലാണ് ഫുഡ് അടിക്കാൻ. ഹോട്ടൽ ദീപയിൽ നമ്മളെല്ലാവരും അരുൺ പറഞ്ഞിട്ടാണ് സെറ്റാക്കിയത്. നമ്മളെല്ലാവരും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഫുഡ് അടി തുടങ്ങി. അവിടുന്ന് വെയിറ്റ് അടിക്കാനേ അമ്മ എത്താമോളെ റിഫ്ലക്ട് ബാക്കി എല്ലാവരും കൂടെ അപ്പോൾ തിരിച്ചാണിക്കപ്പോ എല്ലാരെയും സെറ്റായി. അവര് വരും ചൂടോടക്കണ കഴിക്കുന്ന ആൾക്കാരെ തന്നെ. സെക്രട്ടറിക്ക് തണുത്താലും കഴിക്കണം. ആളുകളെ വെജിറ്റേറിയൻ രാമായണ മാസം ആളുകൾ അതിലാണ് നാലമ്പലായ കാരനെ ചേട്ടൻ സ്പീഡിലാണ്. നല്ല വൈപ്പിലാണ് ഇരിക്കുന്നത്. ചേട്ടനോ കാണാൻ പറ്റില്ല, തിരിയാൻ പറ്റില്ല. ഡ്രൈവർ ചേട്ടൻ പൊള്ളിയാണ്. ഇതാണ് സാർ നമ്മളെ ഇതാണ് കോവിൽക്കടവ്. കോവിൽക്കടവ്. ഇതാണെങ്കിൽ പോണേട്ടാ നമ്മള് ചന്ദന പാർക്ക് ഇതിലേക്കല്ലേ ചാനൽ ഫോറസ്റ്റിലാണ് നമ്മളെ അടുത്ത. ചന്ദൻ തയ്യേ കുറച്ചുണ്ടാവും, നമുക്ക് 3 എണ്ണം. ഫോറസ്റ്റ് ഔട്ടർ മേടിക്കാണ്. ചന്ദ്രക്കാട് 3000 ഏക്കറാണ് ചന്ദ്രക്കാട്. ആ ചന്ദ്രക്കാടിന്റെ ഉള്ളിവിടെയാണ്. ഈ പുറത്തുള്ളതല്ലേ? അതെ, നമ്മൾ മണ്ണൊക്കെ ഒരുപാട്
Achieve. ഞങ്ങളെങ്ങനെയാന്ന് നിങ്ങളെങ്ങനെയാ ഞങ്ങളിപ്പുറത്തൂടെ ജോയേട്ടൻ ടീമൊക്കെ ഇറങ്ങണല്ലോ എന്തായാലും ചന്ദന കാട്ടുള്ളിൽ ചന്ദനം സെക്രട്ടറിക്ക് ചന്ദ്രമരം വേണേ ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ എന്നിട്ട് വേണം ചന്ദന പോലില്ല നടക്കലാണ് കണ്ടോ അതേ അതിന്റെ ഇടയിൽ കൂടെ നടന്നുകൊണ്ട് മാനം കാണാം നമ്മള് പുതിയമ്മലയിലേക്കാണ് പോണ പുതിയമ്മല അതിന് പുതിയമ്മലയിലേക്ക വേറെ എവിടാണ് ഡ്രൈവർമാരെ കഴിവുപോലെ വിളി മഴ കാരണം നല്ലൊരു കാലാവസ്ഥയും കൂടി ആയപ്പോ ഒരുക്കി ഇവിടെ മുരുകൻ പണ്ട് വന്നു പോയിട്ട് നല്ലൊരു ഞങ്ങളെ മറ്റൊരു കാന്തല്ലൂർ വരികയാണെങ്കിൽ കുഞ്ഞമ്പലയിലും കൂടി എക്സ്പ്ലോർ ചെയ്യാണെങ്കിൽ അടിപൊളി മുനിമാര് മുനിമാരുടെ അവസ്ഥയിലാണ് മുരുകൻ വന്നു മുനിയർ നിർത്തിവെച്ചിക്ക അതിൽ നിർത്തിവെച്ചപ്പോ കളക്ക ചതി ഗൈസ് മേലെ കയറി ഞങ്ങളെല്ലാരും ഇപ്പൊ ഒരു പാട്ട് പഠിക്കാൻ പോവാണ് ഡാൻസ് വ്യാപാരിയുടെ വക വൈറലാവുന്ന ഡാൻസാണ് ശ്രീധരന്റെ കേരള വേണ്ട അപ്പൊ അവിടെ നിന്നോ സ്റ്റെപ്പ് ആയിട്ട് ശ്രീധരനെ കൊണ്ട് കയറാൻ പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നടക്കേണ്ടി വരും ശ്രീധരൻ അതൊരു വിഷയമാവില്ല എന്നാലും ഈ പ്രായത്തില് ശ്രീധരൻ കയറി കുത്തനുള്ള കയറ്റാ ശ്രീധരട്ടോ അതുകൊണ്ട് സൈഡാക്കി കയറേണ്ടി വരും അല്ലേ കയറണ്ടട്ടാ അപ്പൊ ഞങ്ങള് മുരുകന്മലയുടെ മേലെ ചാത്തമീരാത്രിയുമായി പാലയൂർ യൂണിറ്റ്സ് പാലയൂർ യൂണിറ്റ് ചാത്തമീരാത്രി ഇതല്ല ഇതാദ്യം കുറക്കിട്ട്
പണ്ട് മുനിമട എന്ന് പറയും. മുനിമട അതാണ് കുന്നോളത്തുണ്ട് മുനിമട, നരിമട, മുനിമട, അരിയന്നൂരുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള സംഭവം തന്നെയാണിത്. കൊടക്കല്ല് ഒക്കെ പല രീതിയിലും പറയും. ആ രീതിയില് പറയുമ്പോ കൊടക്കല്ല്, ഈ രീതിയിൽ പറയുമ്പോ മുനിമട. മഞ്ഞിലൊക്കെ മഞ്ഞ് ചുറ്റും മഞ്ഞിനാൽ വീടുകള്. ഞാനിവിടെ നിൽക്കാം. ജീപ്പ് റൈഡ് ഒക്കെ ജീപ്പ് നിർത്തിട്ട് ഇപ്പൊ ജീപ്പ് ഓടിക്കാൻ പാടില്ല. എന്താ ഭംഗി, ഭംഗി ഇതൊക്കെയാണ് ഭംഗികള്. അവരിവിടെ നിന്ന് ആസ്വദിക്കാണ് മൂന്നാളും കൂടിയിട്ട്. നമ്മുടെ സോചേട്ടൻ ആളെ എവിടെ ബെൻഡടിക്കാൻ പറ്റുമെന്ന് ഇത് നടക്കാനുള്ള ഇത് സെറ്റപ്പാണ്. ഇതിന്റെ മേലേക്ക് ജീപ്പ് ഓടിക്കാനുള്ള നേരം. ഒരു കഷ്ടപ്പാട് ഒരു ക്യാമറമാനും ഒരു അസിസ്റ്റന്റ് ഈ നെട്ടും പോട്ടിരിക്കണെങ്ങനെ പറഞ്ഞു എനിക്ക് മനസ്സിലാവും. ഇനി ക്യാമറക്കൊക്കെ പോയിട്ടുണ്ട്. നിക്കണതാ മുതല നോക്കിയ സ്റ്റെപ്പ് വരട്ടാ. അല്ലാതെ ഞങ്ങൾ അന്ന് വന്നിട്ട് ഇത്ര വൈബിലേക്ക് എത്തിയില്ല. അവിടെ കുരിശും ഇപ്പോഴത്തെ സംഭവം അടിപൊളിയാണ്. നമുക്ക് അങ്ങോട്ട് പോവാ അവിടേക്ക് പോലെ. ഞങ്ങളാ കുരിശ് ഞങ്ങളടുത്ത വർക്ക് ഇവിടെ ഏത് രൂപയെന്ന് നോക്കിട്ടേ പെരുന്നാള് നടത്താനുള്ള സെറ്റപ്പ് നോക്കട്ടെ. പുതിയ ഞായറാഴ്ച തോമാസ്ലേ നോക്കിക്കോട്ടെ. എന്നിട്ടൊരു പെരുന്നാളൊക്കെ നടത്താൻ എന്തായാലും ഒരു പണിയില്ലാണ്ടിരിക്കുക പിള്ളേർക്ക് കാന്തല്ലൂരാവും ചെയ്യും. ഒരു ട്രിപ്പ് മൂഡ് ആദ്യത്തെ നമ്മള് ഫ്രീ ആയിട്ട് കേട്ടാ പെരുന്നാൾ നടത്താൻ പറഞ്ഞ പിറ്റത്തുള്ള ഞങ്ങക്ക് വർക്ക് തരണം. എന്തായാലും നല്ല വൈബായിണ്ട്. ഇത് മറ്റേ ഇടുക്കിയില് പോയ പോലെ ഉണ്ടല്ലേ ആ ഇത് കാണുമ്പളേ. ഇടുക്കിയില് കാൽവരി മൗണ്ടല്ലേ അവിടെ സെറ്റപ്പ് ഉണ്ട്. ഈ ടൈലിടാൻ എത്ര ചെലവൊന്നും ഉണ്ടാവൂലേ? എന്നാലും അവര് കാൽവരി മൗണ്ട് പോലെ സൺസെറ്റ് ആക്കിയില്ലേ. ഒറ്റ മികവാണ് വന്നോണ്ടിരിക്കുന്നത്. ആ ഡാൻസിന്റെ പിടുത്തപ്പോഴും വിട്ടില്ല ഞങ്ങൾ റീൽസ് സെറ്റാക്കിണ്ടായിരുന്നു ജോണി വാക്കറില്ല. അത് ആൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് സെറ്റാണ്. മറയൂർ ശർക്കര അതാ ഭയങ്കര സെറ്റപ്പാണ്. ശർക്കര ഒരു ജ്യൂസ് എടുത്തേക്ക്. എല്ലാവർക്കും എടുക്കാം. ജ്യൂസ് പറയല്ലേ എല്ലാവർക്കും? കരിമ്പ് ജ്യൂസ് പറയല്ലേ? ഒരു 16 ഇട്ടാ ആദ്യം
വേണ്ട അപ്പൊ 5 നമ്പർ ആദ്യ ക്ലാസ് ചേച്ചി തിരിച്ചൊക്കെയാണ് ഇവിടെ പോയി അത് വാങ്ങിപ്പോയിട്ടോ തുടങ്ങല് സെറ്റാക്കി കരിമ്പ് ജ്യൂസ് അല്ലട്ടാ സോജേട്ടാ മഞ്ഞപ്പിത്തത്തിന് അടിപൊളിയല്ലേ ആ ഇത് ഒറിജിനല് കരിമ്പ് മറയൂരത്തെ കരിമ്പ് അല്ലാണ്ട് അപ്പൊ കരിമ്പ് തോട്ടമാണല്ലേ കരിമ്പ് തോട്ടം ഇവിടുന്ന് നേരിട്ട് പറിച്ചു ആ അല്ലല്ലേ കരിമ്പോട് സ്വന്തം കരിമ്പ് തോട്ടത്തിൽ നിന്ന് കരിമ്പ് പറിച്ച് നമുക്ക് ജ്യൂസാക്കി തന്ന് തേനീച്ചോള് അതാണ് തേനീച്ചോള് വരണമെങ്കിൽ കുറച്ചില്ല ആ ഇവര് കരിമ്പ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കരിമ്പ് ശർക്കര പറഞ്ഞു മൊത്തം പറഞ്ഞുണ്ട് അതിൽ ചോദിച്ചു ചേച്ചി കറണ്ട് ലാഭിച്ചു അതാണ് ഇലക്ട്രിസിറ്റി കേരളത്തിലായ കാരണം ഇലക്ട്രിസിറ്റി ലാഭിക്കുന്നതും ചേച്ചിക്ക് ലാഭം കുടിച്ചോ ഞങ്ങളത്തെ 3 ആളാ അപ്പൊ നമ്മളത്തെ 4 ആള് പാലൂര് നേതാക്കൾ ഇവര് സ്വന്തം സ്ഥാപനത്ത് നല്ല സെറ്റപ്പാട്ടാ ശർക്കര സെറ്റായിട്ട് വരുന്നുണ്ട് ചേട്ടാ അവിടെ നിന്നിട്ട് ശർക്കര ഉണ്ടാക്കുന്നുണ്ടല്ലേ ഉണ്ടാക്കിയിട്ട് കൊണ്ടുണ്ടോ ഇതാണ് മറയൂർ ശർക്കര ടേസ്റ്റ് ടേസ്റ്റ് ചെക്ക് ചെയ്ത് തരും അത് അവിടെ വെച്ചിട്ടുണ്ട് അവിടെ ഉണ്ടാ കൗണ്ടറിൽ വെച്ചില്ലേ 4 വെച്ച് തന്നിട്ടുണ്ട് നോട്ടെ ഒരു എരിവുള്ള ടൈപ്പ് എടുത്ത തരി എരിവുള്ള ടൈപ്പ് അപ്പൊ ചുമക്കുന്നല്ല ഇത് എത്ര കിലോ വാങ്ങിക്കുന്നുണ്ട് കമ്മീഷൻ വാങ്ങുന്നുണ്ട് ചുക്കടിപൊളിയാട്ടോ തരി ചൂടുള്ളത് തരി ചൂടുള്ള ശർക്കര അടിപൊളി സെറ്റപ്പ് ചൂടുള്ളത് കരിമ്പയിലടിക്കും അവിടെ ജ്യൂസാക്കിയിട്ട് അവിടെ ഒരു പമ്പുണ്ട് ആ പമ്പ് വഴി അണ്ടർഗ്രൗണ്ട് വഴി അടി താഴെ പമ്പുണ്ട് ആ പമ്പ് വഴി ആ ടാങ്കിനകത്ത് ആ ഇതിലേക്കല്ലേ എടാവിളേക്ക് തുറക്കും ഫുള്ളായിട്ട് ആ ചൂടാക്കണ ഒഴിച്ചിട്ട് 3.5 മണിക്കൂർ 3 മണിക്കൂർ അടി കൂടെ ഒരു ഓപ്പൺ ഉണ്ട് മേലെ ആ വാൾവ് തുറക്കും വലിയ മാവ് എന്തെങ്കിലും ചേർക്കില്ലേ കുമ്മായം ചേർക്കും കുമ്മായം ചേർക്കും വേസ്റ്റ് പോകാൻ വേണ്ടി അങ്ങനെ വേസ്റ്റ് കളയുന്നു വേസ്റ്റ് കളയും അതിന്റെ പതൊക്കെ കളയും കളഞ്ഞിട്ട് 1.5 മണിക്കൂർ ഇട്ടിട്ട് ശർക്കര ആകുമ്പോൾ വാഴ തുറന്നു കൊടുക്കുമ്പോൾ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇടയ്ക്ക് കൊടുക്കുമ്പോൾ ഫ്രൈ ആകും ഈ കളർ വരാനായിട്ട് എന്തെങ്കിലും കളർ വേണ്ടല്ലോ ഇത് പൊടി ഇല്ല ഇവിടെ ശർക്കര ഉണ്ടയാണ് ഉണ്ട ശർക്കര ഉണ്ടയും പൊടി ശർക്കര ഒഴിച്ച് ഇടയ്ക്ക് കൊടുക്കുമ്പോൾ അത് ഫ്രൈ ആകും ഫ്രൈ ആകുമ്പോൾ പിന്നെ കൈ കൊണ്ട് പച്ചവെള്ളം തൊട്ട് കൈ കൊണ്ട് അവിടെ ആ ചേട്ടൻ ഉണ്ടാക്കണ്ടാണ് ഉണ്ട ഒട്ടണമാര് ഇട്ടിട്ട് ഇട്ടായിരുന്നു
പിന്നെ ലൈനി വരുന്നത് അതിന്റെ അത് സിറപ്പ് അത് ശർക്കര പാനി പാനി. പക്ഷേ കരിമ്പൂരി ചേർക്കുന്ന മുൻപ് സ്റ്റേജിൽ ആ മുമ്പ് എടുത്തു വയ്ക്കും. അതിന്റെ മുൻപ് ഞങ്ങൾക്ക് വേണ്ടി ഓക്കെ. ചോദ്യങ്ങൾ ചോദിക്കുകയും ചേച്ചി ഉത്തരം പറയുകയും ചോദിച്ച ഓക്കെ ഓക്കെ പാലൂർ വളരെ വ്യക്തമായിട്ട് സെക്രട്ടറി സേവിയറിന് ഞങ്ങളെ പാലൂർ യൂണിറ്റിന്റെ എല്ലാവിധ ആശംസകളും. ഇനിയും കുറെ കാലം വളരട്ടെ യൂട്യൂബർക്ക് വേണ്ടി. ശരി, ഓഫ് റോഡ് സെറ്റപ്പ് വേണ്ട, എന്താ പറഞ്ഞ പോലെ അങ്ങോട്ട് കയറി ഇത്രയും സിമ്പിളായിട്ട് ആ നിസ്സാരം കഴിഞ്ഞ വർഷം വന്നപ്പോഴേ ഫുള്ള് മഴയായിരുന്നു. വണ്ടി ഇവിടെ ഇങ്ങനെ കെട്ടുന്ന് നിസ്സാരം. ഇതിപ്പോ അവർക്ക് നന്നാക്കാൻ പറ്റാത്ത ജോയേട്ടൻ പറഞ്ഞത് ഇവിടെ കുറച്ച് മണ്ണടിച്ച് റെഡിയാക്കാന്ന് പറയാം. ഇതെന്തിന്റെ പൂവിട്ട് മുകളിലൊരു കായ് വരും. കായ് വന്ന് അത് എടുക്കുന്ന പക്കവും പലയിടത്തും സമയമാണ്. എന്നാടിയാ അത് വന്നാൽ അത് പാർക്കിലെടുത്ത കുട്ടികളുടെ അടുത്ത് തന്നെ കുളിക്കാൻ ആ കുഴപ്പമില്ല, എന്തേലും പോയിട്ടാണ്. അവിടെ കുതിര പൊക്കത്തല്ല, കുതിരല്ലേ ബോണി, ഞാൻ പോയില്ലല്ലേ. ആ അതിമ്മ പോയില്ലെങ്കിൽ വിവരറിയും. ഇതിനെല്ലാം കഷ്ടപ്പാടാ. ആ സാധനങ്ങളെ നിലം തൊടിയിട്ടില്ല. ഇത് പിന്നീടുണ്ട് ഒരു 6 കിലോമീറ്റർ നമ്മളുടെ ചീത്ത ഒന്നും ചീത്ത നമ്മളവരെ കഠിനമായ കയറ്റത്തിലൂടെയാണ് നിങ്ങൾ യാത്ര. നന്നാക്കാൻ നിൽക്കിട്ട് രാവിലെ ഫുള്ളുണ്ട് നന്നായി കച്ചവടം റോഡാണ്. അത് കുഴപ്പമില്ലാത്ത റോഡാണ്.
വെള്ളച്ചാട്ടം ഇന്ന് വണ്ടികൾ നമ്മൾ കച്ചാറും വാട്ടർഫോൾസിലേക്കാണ് പോണത്. നമ്മുടെ ഇവർക്കൊരു കുളിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് സെറ്റാക്കി നമ്മള് വെള്ളം കുറവാണെങ്കിലും അടിപൊളിക്കാം. കുളിക്കാനുള്ള എല്ലാ സെറ്റപ്പ് ഉണ്ട്. ഒരു സ്ട്രോബെറി തോട്ടം കാണിച്ചു കേട്ടോ. ഇത് പയറാന്നുണ്ട്. ഇതെന്താ ജാമ? ജാമ് ഇത് രണ്ടും. ഇത് സ്ക്വാഷ്, ഇത് പാഷൻ ഫ്രൂട്ട് ജാമ്, അത് സ്ട്രോബെറി ഹൽവ. ഏതാ അത് എത്രയാണ്? 200. ഇല്ല, അതിന് മൊത്തം 200. ഇത് മാത്രം 750. അടുത്ത അതാ സ്ട്രോബെറി ഇത് ചോക്ലേറ്റ്. ഇത് സ്ട്രോബെറിന് സ്ട്രോബെറി. വലിയ കോപ്പി തന്നെയാണോ? തേന്. ഇത് ഫിൽറ്റർ ചെയ്തത്. ഇത് ഫിൽറ്റർ ചെയ്തത് 250. 750. ഇത് 250. അത് 200. 200 ലിറ്റർ ആണ്. ഇത് 750. 750. അത് ഇത് തേന്. തേന്. സ്ക്വാഷ്. അത് സ്ട്രോബെറിന് ആ, അതിനെത്രയായിരുന്നു? ഇത് കമ്പനിയാ. ഇത് ഇവിടുത്തെ കമ്പനി. ഇത് എത്ര? മൊത്തം ഇവിടുത്തെയാ. ഇത് 190. ആ സ്ട്രോബെറി കമ്പനിയല്ലേ? ഇത് കമ്പനി. മറ്റേ എവിടുത്തെയാ കമ്പനി. ഇപ്പൊ സ്ട്രോബെറി ഇല്ല ഉണ്ടല്ലേ? ഞാൻ ഇപ്പൊ വരാം. അങ്ങനെ സ്ട്രോബെറി ഇങ്ങനെ ഒരു വെച്ച് സെറ്റാക്കിണ്ട്. സ്ട്രോബെറിയുടെ അടിയില് ഞാൻ നമ്മൾ പൊട്ടിച്ച് നല്ല പരിചയമുണ്ട്. സ്ട്രോബെറിനെ കുറിച്ച് വിലയിരുത്തിയിട്ട് ഞങ്ങളെ നേതാക്കള് തിരിച്ചുണ്ട്. സ്ട്രോബെറി കണ്ട ചേട്ടാ, സ്ട്രോബെറിക്ക് ബെൻഡടിക്കണ. സ്ട്രോബെറി അടിയിലുണ്ടാവുക.
രണ്ടായിക്കോ ഇതാണ് സ്ട്രോബെറി. വലിയ മരം തന്നെ അത് ബ്ലോക്ക് ആക്കി വെച്ചിക്ക. ഇതാ ഇവിടെ പോയിട്ട് ഞങ്ങൾ അലക്കായിരുന്നു സ്ട്രോബെറി. ഈ ചീനിയിലുണ്ട്, ചീനിയില് സ്ട്രോബെറി ഉണ്ട് അവിടെ. നൂറ് സ്ട്രോബെറി ഉണ്ടായിക്കണല്ലേ. മറ്റു വൈന് 600 അതവിടെ അല്ല കുപ്പിക്ക് വൈന് തെറ്റിപ്പലാണ് മാത്രം. അതിപ്പോ ഇവര് കുതിരനൊക്കെ പാക്കില്ല. അതിന്റെ പേര് അനാറിന്റെ. ആ കുഴപ്പമില്ല, കൊടുത്തോ. 100 ആവും. അവിടെ 100 അവരിപ്പ പുതിയ സംഭവമൊക്കെ കെട്ടി 100 ആവും. 10 ആയിരുന്നല്ലോ. അവരിപ്പോ ഇവിടെ കൊറേ ഐറ്റം. കോണിക്ക് റെഡിയാക്കി പറഞ്ഞൂല്ലേ? കോണിക്കില്ലേ? കോണി ഇവിടേക്ക് മറ്റേ ജീപ്പ് വന്നിരുന്നേ ചെമ്പേട്ടാ. ഇപ്പൊ റോഡ് പണി കാരണം മറ്റേ വാർപ്പ് വന്നിട്ടില്ലേ, അത് കാരണം. അല്ല അത് കഴിഞ്ഞ വിടും. അല്ല അത് വിടും ഇപ്പൊ. ഞാൻ നമ്മളെ ഇതാക്കണ മനസ്സിലായില്ലേ? 12 ഇതിപ്പോ നോക്കിയാ ഞങ്ങളെ ഇതിപ്പോ മോളോണ്ട് ഉണ്ടാക്കിയതായിരുന്നു ഈ സാധനം. ഇരുമ്പാക്കി ഇപ്പൊ ഇരുമ്പാക്കി. പണ്ട് നമുക്ക് മറ്റേതായിരുന്നു. ഇത് ഒരു സെക്ഷൻ കയറിയ ഒരു സെക്ഷൻ ഇറങ്ങണ പരിപാടിയായിരുന്നു. ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. അത് വെറുതെ ഒരു കച്ചവടം. ഇത് ഇതാട്ടാ എന്ത് യൂക്കാലില്ല, എന്ത് പുൽത്തൈലം അല്ലല്ല പുൽത്തൈല. ഇതിന്റെ എണ്ണ ഇതൊക്കെ അവിടെ കാണുന്ന ഇതില്ലേ വീട്, ആ വീട്ടിലാണ് ഇതിന്റെ വിൽപ്പന. ഇതിലാണ് ഈ സ്ഥലത്താണ് ഇവരെ ബ്രഹ്മരത്തിലെ ആ കുട്ടീനെ കുഴിച്ചിട്ടെന്ന് പറഞ്ഞ സ്ഥലം. ആ ചെറിയ കുട്ടീനെ ഇതാക്കില്ല. തൈലം ഇവിടെ യൂക്കാലിച്ചൊക്കെ വെട്ടിപ്പോയി. അല്ലല്ല കഴിഞ്ഞു. അപ്പുറപ്പുറക്കെ കണക്കന ക്ഷീണിതരായി തോന്നില്ലേ? ചോറുണ്ട സെറ്റപ്പിലാണ്ട്. അങ്ങനെ ബ്രഹ്മരം ഷൂട്ട് പോയിന്റിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. കാലാവസ്ഥ പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തണുപ്പും, ഒരു സൈഡിൽ മഴ പെയ്യുന്നു. അങ്ങോട്ട് പോവാം, നമുക്ക് നേരെ നാട്ടിലേക്ക് പോവാം. മഴ പെയ്യുമ്പോ അങ്ങനെ തന്നെ എങ്ങനെ വേറെ രക്ഷയില്ലല്ലോ. എന്താ രസം. എന്താ രസല്ലേ ഇവിടെ വരുമ്പോള്ള ഭംഗി ആസ്വദിക്കണെങ്കിൽ ഒരു 2:30-3 മണിക്ക് വരണം. ആ ഭംഗി ആസ്വദിക്കാൻ. ഭംഗി ആസ്വദിക്കണമെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ഉച്ച എന്താ
ഒരു ചക്കരി വൈബാണ്, വൈബ് സെറ്റപ്പ്. ആ പിള്ളേരെ കൊണ്ടെടുപ്പിക്കട്ടെ നമുക്ക്. എന്താ രസം അല്ലേ. ഇതൊന്നും മരത്തക്കാളി, മറ്റേ പഴയ ഫ്രാഷൻ ബൂട്ട് നമ്മളില്ല കേട്ടാ. ഇതിപ്പോ സാധാ ഫ്രാഷൻ ബൂട്ടാ. സജീവേട്ടൻ തലമുട്ടിക്കണ്ട, നീ മുട്ടിക്കണ്ട. ഇത് പുൽത്തൈലം, തേന്, വെള്ളുള്ളി ഇട്ടാ, നാടൻ വെള്ളുള്ളി, കാന്തല്ലൂര് വെള്ളുള്ളി അല്ലേ. അത് കിലോ 200. ഇതില് എന്ത് സംഭവം, ഈ സാധനമാണ് നിങ്ങള് പുൽത്തൈലം ഉണ്ടാക്കുന്നത് ഇവിടെ. ഒരു മാസം 2-3 ആഴ്ച വർക്ക് ചെയ്ത് രാവിലെ വരെ പണി ഉണ്ടായിരുന്നു. ഇന്നലെ വന്നിരുന്ന പുൽത്തൈലം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന നേരിട്ട് കാണാൻ പറ്റും. ഇന്നലെ പുൽത്തൈലം ഉണ്ടാക്കിയാ? ഇന്നലെ ഉണ്ടായിരുന്നു പുൽത്തൈലം ഉണ്ടായിരുന്നു, രാവിലെ വരെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത പുല്ല്, ആ പുല്ല് കാണുന്നില്ലേ, ആ പുല്ല് കട്ട് ചെയ്ത് ഞങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞ് വർക്ക് അത് ഫാഷൻ ഫുഡ്. ഇത് പുളിയാ, അകത്ത് യെല്ലോ കളർ മഞ്ഞ. നമ്മളെ പഴയ ഫ്രാഷൻ ഫുഡ്, ഇവിടെ വേറെ ഫ്രാഷൻ ഫുഡ് മറ്റേ വൈറ്റ് കളർ വേറെ തിന്നാൻ പറ്റിയായിരുന്നു. അതിനൊക്കെ നമ്മള് എന്താ കുട്ടാലയാണോ അതോ ഇത് ചുമ്മാ കട്ട് ചെയ്ത് കടിച്ച് മധുര അതൊന്നും സാമ്പലം തരാതെ. മരത്തക്കാളി എന്ത് തക്കാളി, മരത്തക്കാളി ഇങ്ങനെ ഒഴിഞ്ഞെടുത്ത് തുളസി ഉള്ളില് മധുര പുളിയാണ്. സജീവേട്ടാ ശ്രദ്ധിച്ച് വെച്ചോട്ടാ. അനർവചനീയാണ് ഇതിന്റെ ടേസ്റ്റ്. പുള്ളിയാണോ ടേസ്റ്റ്, അത് ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും ഇതിന്റെ ടേസ്റ്റ്. എനിക്ക് നല്ല മധുരം കിട്ടി. സന്തോഷിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നും. ഓരോ ടേസ്റ്റ് കാണുമല്ലോ. അതെ, നല്ല മധുരം ഉണ്ട്. ഇത് കാട്ടുണ്ടോ അല്ല കാട്ടിലുണ്ടാവുന്നത്. ഇത് ചൂട് ഇപ്പോഴും മാറിയിട്ടില്ലാട്ടാ. ചൂട് ഇതുവരെ മാറിയിട്ടില്ലല്ലോ. ഇല്ല ഇതിലിവര് നിറച്ചിട്ടേ ഡോറടയ്ക്കും. വാറ്റാണ് വാറ്റ്, ചെറിയ രീതിയിലുള്ള വാറ്റാണിത്. വാറ്റുന്നില്ല, പുൽത്തൈലം മാറ്റുന്നു. എനിക്കൊരു 1/2 കിലോ ശരി. ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നിട്ട് പറയണ്ടേ കൊല്ലങ്ങളെ പറക്കളെ മുനിയറ. അതൊന്നല്ല മുനിയറ എന്തായാലും വെറും പാറകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കാന്തല്ലൂരിലെ വേറെ സംഭവം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ പേരൊക്കെ എഴുതി കാണാം. ഞങ്ങളെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെയും ഒരു കുരിശ്. എവിടെ അമ്പലം? അമ്പലം കുരിശ്. അടുത്ത് പേരൊക്കെ എഴുതി പോയിട്ടാ. കുരിശ് ഇവിടെയും സ്ഥാപിച്ചു. ഏത്? ഷീറ്റിട്ട മല. അതെ, ഷീറ്റിട്ട മല മേലേക്ക് അപ്പുറത്തെ സൈഡല്ലേ നമ്മൾ പോയ മല. ഷീറ്റിട്ട് ആ ഷീറ്റിന്റെ ബാക്കിൽ മറ്റേ ലവ് ബേർഡ്സുകളെ പോലെ ഇരുന്നേർന്നേ. രണ്ട് മല. അതാ അവിടെ ചെങ്ങരി നിൽക്കുന്ന ഒരു ടീം. എവിടെ ഈ കുരിച്ച് ടെസ്റ്റ് ചെയ്യാൻ പാലൂര് പള്ളിയിൽ നിന്ന് വന്നവരുടെ പള്ളിയാണ് ഇവർ നോക്കണേ. ഇവരിപ്പോ ഇവിടെ ബൗണ്ടറി ഒക്കെ പറിച്ചിട്ടുണ്ട് കേട്ടാ. ഇക്ക് തോന്നേ സെന്റ് പതിച്ചുള്ള 1969
എന്തിനാ ആ അതെ 14/4 14/4/1969 സ്ഥാപിച്ച കുരിശാണ് പറയണത്. പാലിരുന്ന കൈക്കാരന്മാരെ കമ്മിറ്റിക്ക് വല്ലതും പറയണ്ട. പ്രതിനിധിയായിട്ട് KJ പോളേട്ടൻ 2 വാക്ക് പറയുന്നതായിരിക്കും. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഈ സ്ഥലത്ത് വന്നെങ്കിൽ കൂടിയിട്ട് 14/4/1969 സ്ഥാപിച്ച കുരിശാണിത്. കുരിശ് അപ്പൊ ഇതിങ്ങനെ കേട്ടപ്പോ ഞങ്ങൾക്ക് തോന്നി ഏതായാലും ഇവിടെ വന്നു. അപ്പൊ ഈ ഒരു കുരിശൊന്ന് കണ്ടിട്ട് പോവാം എന്ന് പ്രതീക്ഷിച്ചു. അപ്പൊ നമ്മളെ തോമാസിയോടനുബന്ധിച്ചിട്ട് പെരുന്നാൾ നടത്താനുള്ള ഉദ്ദേശം ഇപ്പൊ ജൂലൈയിൽ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ ജൂലൈയിൽ തന്നെ ഇങ്ങനെ ഒരു സന്ദർശനം സംഘടിപ്പിച്ചെന്ന് മാത്രം. നമുക്കൊരു പെരുന്നാൾ നടത്തിയാലോ? ഇവിടെ പെരുന്നാൾ നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ബുദ്ധിമുട്ടാണ്. എന്താ കാരണം വെച്ചാല് ഇവിടെ വെടിക്കെട്ട് പാടില്ല, ആനമ്പ് പാടില്ല. പിന്നെ വേറെ കാര്യണ്ട്, ലൈറ്റ് ആൻഡ് സൗണ്ട് എവിടെ ഇടാം. ഞാന് ഒരു കാര്യം പറഞ്ഞു, അതായത് ഇത് അല്ല ഫ്രീ ആയിട്ട് വേണം ഇക്കൊല്ലം നടത്താം. അപ്പൊ ഞങ്ങള് ടൂർ പോലെ വന്നിട്ട് നടത്തി പോവാം. അല്ല ലൈറ്റ് അല്ല ഇക്കൊല്ലം ഫ്രീ അല്ല ഇപ്രാവശ്യം ഫ്രീ ആയിട്ട് നടത്താം. അടുത്തോളം ഞങ്ങൾ തന്നെ വിളിക്കണം. അതാണ് വേണ്ട, അല്ലാണ്ട് അടുത്തോളം വേറെ ആൾക്കാരെ ഏൽപ്പിക്കരുത്. അടുത്തോളം ഞങ്ങൾ സാങ്കേതിക അല്ല എന്തായാലും നല്ല ഇതാണ് ഡിസൈൻ ഒക്കെ വരച്ചിട്ടാ. എന്തായാലും ഞങ്ങളൊരു 4-5 പേര് 5 കൈക്കാരന്മാര് പാല് ജോയേട്ടൻ, സിൻഡോ, കരപുളട്ടൻ, പിന്നെ ഞാനും എല്ലാരും എത്തിപ്പെടാൻ പറ്റി. ഞങ്ങൾ 5 കൈക്കാരന്മാർ ഇപ്പൊ സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഇത് ഞങ്ങൾ വളച്ചു കിട്ടിയിട്ടുണ്ട്. അതെ 69 അല്ല ഇത് വായിക്കാം. നമ്മളെ ജോയേട്ടൻ കുരിശും പിടിച്ച അല്ലാണ്ട് തന്നെ വലിയ കുരിശാ. ജെയിംസ് മടത്തിൽ ജെയിംസ് മാടത്തിന്റെ അപ്പുറത്ത് കുരിശുണ്ട്. കുരിശ് ഇത്രയും പീസ് എന്തായാലും ഞങ്ങക്ക് ഇവിടെ വന്നപ്പോ ഞങ്ങളുടെ സെക്രട്ടറി കാണിച്ചിരുന്ന ഒരു സംഭവം പൊരിച്ചു മഴവില്ല്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ സെക്രട്ടറി കണ്ണിലൂടെ. അത് മഴവില്ലായിട്ടും കാണാം. പോർട്ടലിന് മോളി കയറി വേറൊന്നും കാണും. ഞാൻ പറയില്ലേ. അടിപൊളിയായിട്ടാ. എന്തായാലും ഞങ്ങക്ക് ഇവിടെ വന്നപ്പോ ഞങ്ങളുടെ സെക്രട്ടറി കാണിച്ചിരുന്ന ഒരു സംഭവം പൊരിച്ചു മഴവില്ല്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ സെക്രട്ടറി കണ്ണിലൂടെ. അത് മഴവില്ലായിട്ടും കാണാം. പോർട്ടലിന് മോളി കയറി വേറൊന്നും കാണും. ഞാൻ പറയില്ലേ. അടിപൊളിയായിട്ടാ. മുന്നറിയിപ്പിലേക്കുള്ള വഴി പറയണ് മുനിയറ എന്ത് വഴി? മുനിയറയിലേക്കുള്ള വഴിയല്ല, സോറി ഗൈസ്. മുന്നറിയിപ്പുള്ള വഴി മുനിയറയിലേക്കുള്ള വഴി നേരില്ലേ? അല്ല ഈ മുനിയറ വെറൈറ്റി മുനിയറ കേട്ടാ. മഴവില്ല് ബാക്കിയുള്ളവർ കാണാൻ പറ്റുമോ? ആ പൂവിട്ടുള്ള നോക്കിയ എന്താ രസപ്പ്. ഭയങ്കര വൃത്തിമനയിലും. ഇതിപ്പോ ഞാൻ ഇതിന് മുമ്പ് ഒരു കാന്തല്ലൂർ സെറ്റ് ചെയ്തെങ്കിലും
അതിൽ നല്ല വൃത്തിയായിട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റി. ഇത് ഒരു അലമ്പില്ലാത്ത ഞങ്ങൾ വ്യാപാരികളുടെ ഇതായപ്പോഴേ ഏത് രീതിയിലും സഹകരിക്കുന്ന സംഘമാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് മുനിയറ. ഇതാണ് മെയിൻ സാധനം. ആണോ? ഇത് അവരതിന്റെ കാര്യം പറയാം. ഇതാണ് മുനിയറ, ശരിക്കും മുനിയറ. കണ്ടോ? മുനിയറ മുനിയറ ഇത് ഏതെങ്കിലും ഒരു മൊഴിയിലുള്ള മലയാളമോ ഇംഗ്ലീഷോ എടുത്ത് വയ്ക്കും. എടുത്ത് ഈ സ്കൂൾ കുട്ടിയിൽ അവർ ടീച്ചറായിട്ട് ബന്ധപ്പെടുക. ഇത് കുടിക്കാൻ മുനിയറ ചില മുനിയറ കാരണം 3 പറക്കലെ കുത്തനെ ഭൂമിയിൽ ഉറപ്പിച്ചാൽ കുറ്റം പറക്കൽ മുനിയറകളെ നിശ്ചയിച്ച കിളിവാരി അർദ്ധവൃത്താകൃതിയിലുള്ള ദ്വാരം നിർമ്മിച്ചതാണ്. BC 3000 നിർമ്മിച്ചാണ് മറയൂര് കാന്തലൂർ മുനിയറ ആണോ? മുനിയറ ഇവരെന്താ മറ്റേ എഴുതിയിരിക്കാം കിടക്കാം. യൗവാണ്ടന്മാർ 12 കൊല്ലം വനവാസം വന്നതിൽ ഒരു പീരീഡ് ഇവിടെ വന്ന് ഓൾട്ടർ ചെയ്യുന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ്. ഞാനൊക്കെ ഈ നാട്ടിൽ 7 വയസ്സിൽ വന്നു. 7 വയസ്സിൽ മൂന്നാറിന് അവിടെ എന്റെ മുത്തച്ഛന് 3 നയ പൈസക്ക് അരിഞ്ഞ് മേഖലയിൽ വന്ന ട്രെയിൻ വന്ന കാലത്ത് വാച്ച്മാനായിട്ട്. അപ്പോൾ പഞ്ചവാണന്മാർ 12 കൊല്ലം വനവാസം വന്നാൽ ഇവിടെ അവരുടെ കൂടെ വേറെ ആൾക്കാർ ക്യാങ് ഉണ്ടായിരുന്നു. അവന്മാർ ഒളിഞ്ഞു മറിഞ്ഞ് ഇവിടെ ഒന്ന് ഒളിഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇവർ പേടിച്ച് ഇവിടെ എല്ലാം ഓൾട്ട് ചെയ്ത് ആ കാലത്ത് കനിവർക്കും കാട്ടിനകത്തുള്ള വെള്ളം കുടിച്ച് ഇവരിരുന്നപ്പോൾ ഇവരെ മെലുങ്ങാൻ വിട്ട പാമ്പിൻ്റെ പാട് ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ അകലെ പാമ്പന്മാർ എന്നൊരു സ്ഥലത്തും ഉണ്ട്. ഈ സുദേശം എവിടെ ചോദിച്ചാലും പറയും പാമ്പന്മാർ എവിടെയാണെന്ന് ചോദിച്ചാൽ. പിന്നെ ഇവർ കുടിച്ചാൽ ചത്തുപോകാൻ ഒരു ചെറിയ വെള്ളം വിസവെള്ളം മഞ്ചപ്പെട്ടി എന്ന് പറഞ്ഞ് ചിന്നാറ് വളത്തെ കയ്യിൽ അമര ഡാമിൻ്റെ മുകളിൽ ഇവിടുന്ന് ഒരു 10-30 കിലോമീറ്റർ അകലമുണ്ട്. അവിടെ ഉണ്ട്. പിന്നെ ഇതെല്ലാം കളഞ്ഞിട്ട് ഇവന്മാർ ഇതിലെല്ലാം പെട്ടില്ല. മരയൂർ ചെന്നിട്ട് പിന്നെ എവിടെയും കണ്ടില്ല, മറഞ്ഞു എന്താണെന്ന് അറിയില്ല, എവിടെയില്ല. അവന്മാർ ജീവനോട് എവിടെയും പോയില്ല. അതുകൊണ്ടാണ് മരയൂർ എന്ന സ്ഥലം പേരുണ്ടായത്. അത് ടൗണിന്റെ പേര് മരയൂരല്ല, മണ്ണാറപ്പെട്ടിയാ. ഇവന്മാർ പൊതുവെ മരയൂർ എന്ന് പറയുന്നു. പൊതുവെ കാന്തളൂർ എന്ന് പറഞ്ഞാൽ കാന്തളൂർ 5 ഗ്രാമ 5 നാടാ. പിന്നെ ഈ ഗ്രാമം ഉണ്ടായത് അവർ പോയത് 3000 മുതൽ 14,000 കൊല്ലത്തിന് മുമ്പാ. ഗ്രാമം വന്നത് ഇപ്പോൾ ഒരു 8 സെന്ററിന് ഇപ്പുറം. അപ്പോ മധുരയില് കണ്ണകാലത്ത് തീ കെത്തിന്ന് പറഞ്ഞ് ഒരു ഗ്രാമത്തുകാർ മൊത്തം ജലം ഇങ്ങോട്ട് വന്നു. അവന്മാർ ഇവിടെ വന്നിട്ട് സത്യം ചെയ്ത് നമ്മളെല്ലാം ഒറ്റക്കെട്ടിൽ പിള്ളை കിണ്ടുക, ഒരേ ജാതി ഒരേ മതം, അങ്ങനെ അവരാണ് ഈ 5 ഗ്രാമത്തിലുള്ളത്. അപ്പോൾ അവന്മാർ ഈ കാട് തെളിച്ചത് അവരാണ്. തെളിച്ച് ചുറ്റിലും നെൽകൃഷിയാണ് എല്ലാ സ്ഥലത്തും. നെൽകൃഷി ആയപ്പോൾ ആന കയറി വരാതെ ഒരു കോട്ട നമ്മൾ വണ്ടി ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ താഴെ ഒരു 2 ചെറിയ ടാനിങ് ഉണ്ട്. അതിന് തൊട്ടടുത്ത് നിങ്ങൾ വണ്ടിയിൽ പോകുമ്പോഴും കാണാം ആ കോട്ട. കല്ലെടുത്ത് കോട്ട കെട്ടി ആന പറഞ്ഞ ഒരു വിടവ് അടച്ചു. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ആനക്കോട്ട. പിന്നെ കോവിൽ കടന്ന് താഴെ ഒരു 6 കടന്ന് നിങ്ങൾ വരുമ്പോൾ വലത്തോട്ട് വരുന്ന വഴിക്ക് വലത്തോട്ട് പോകുവാണെങ്കിൽ ഇടത്തോട്ട് അവിടെ ഒരു ഹിന്ദു ക്ഷേത്രമുണ്ട്. തെൻകാശിനാഥൻ കോവിൽ എന്ന് പറഞ്ഞ ഒരു കോവിൽ അവിടെ ഉണ്ട്. അതിന് ശിവൻ പാർവതി പ്രതിഷ്ഠയാണ്. അവിടെ നിന്ന് മരമീനേജുകളിൽ സ്വർഗമുണ്ട്, കുറങ്കം ഇവിടെ നിന്ന്. അതുകൊണ്ടാണ് അതിന് പേര് കോവിൽക്കടവ്. ആ സ്ഥലത്തിനും അമ്പലത്തിനും പേര് കോവിൽക്കടവ് എന്നാണ് പേര്. അതാണ് കോവിൽക്കടവെന്ന് പേര് വന്നത്. ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ രാവിലെ 5 മണിക്ക് തുറന്നിട്ട് 11:30 ക്ലോസ് ചെയ്യും. വൈകുന്നേരം 4 മണിക്ക് തുറന്നിട്ട് 7-8 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. നിങ്ങൾ ഒരു സ്വാമിനെ തൊഴുകുമ്പോൾ ഇവിടെ ശിവലിംഗം ഉണ്ടാവുന്ന പീഠം അടുത്ത് ഈ ഭാഗത്ത് അങ്ങോട്ട് ആക്കൊക്കെ നമ്മൾ പുറത്ത് തന്നെ സ്വാമി തൊഴുകുമ്പോൾ കാണാം. അടപ്പോ കഥവോ യാതൊന്നുമില്ല. അമ്പലത്തിലുള്ളത് കൊണ്ട് യാതൊരു കേടില്ലാതെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കോവിൽക്കടവ്. നിങ്ങൾ ഈ സുദേശി യാത് ചോദിച്ചാലും ഞാൻ പറഞ്ഞ സത്യാമല്ലെന്ന് അവർ. പിന്നെ ഈ 5 ഗ്രാമത്തുകാരൻ്റെ 5 എന്ത് ചെയ്യാവൂ?
അവരിങ്ങോട്ട് പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 5 ഗ്രാമത്തിലെ ചെയ്യാൻ നമ്മളായിട്ട് പാടില്ല. നമ്മളായിട്ട് കൂടുകയൊക്കെ ചെയ്യും, ഭക്ഷണം കളിക്കും, എല്ലാം ഉണ്ടാവും. പക്ഷേ ആണുങ്ങളോ പെണ്ണുങ്ങളോ സ്നേഹിച്ചാൽ അവർ അപ്പുറന്ന് പോരുന്ന് മാറ്റും. അവരുടെ മക്കന്മാർ പുറത്ത് പോയി ജോലി ചെയ്യാൻ പോകുമ്പോഴൊക്കെ അവിടെ കല്യാണം കഴിച്ച് അവിടെ തന്നെ ഉണ്ട്. ഇവിടെയൊക്കെ ഊരിനകത്ത് കയറ്റിയിട്ടില്ല. പെറ്റ മക്കളാന്ന് കാണാൻ ആ ഊരിൽ നമ്മൾ സ്വന്തം നിങ്ങൾക്ക് അറിയാതെ ഞാൻ പോയി കണ്ടേച്ച് രാത്രി ഉള്ളൂ. ബന്ധങ്ങൾ പാടില്ല. അങ്ങനെ ഈ 5 ഗ്രാമത്തുകാർ ഇപ്പോഴും നമ്മളെല്ലാം ഒരു തായുടെ പറ്റില്ല നമ്മൾ ജനിച്ച് നിങ്ങളാ ഞാനും വന്നത്. അപ്പോൾ ആ പെണ്ണുങ്ങൾ മാസത്തിൽ ഒരിക്കൽ മെൻസസ് സമയത്ത് 5 or 8 ദിവസം ഊര് വിട്ട് പുറത്തെല്ലാം ചുറ്റി മടക്കി അവിടെ പോയി ആ വീട്ടിലിരുന്നോണം. ഈ ഭർത്താവാണെങ്കിൽ നിങ്ങളാണ് ആ കുട്ടികളും അമ്മയ്ക്കൊക്കെ ചോറ് ചെയ്ത് ഉണ്ടാക്കി അവിടെ സെറ്റിൽ കൊണ്ട് കൊടുക്കും. നിങ്ങൾ ഭക്ഷണം കഴിച്ച് മക്കളും സ്കൂളിലേക്ക് വിട്ട് പോയി പറമ്പിൽ പണി നോക്കും. ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ. അതെ, 55 കൊല്ലത്തിന് മുമ്പ് വിവാഹം നടക്കുമ്പോൾ 25 പൈസയാണ് ഡൊണേഷൻ. എൻ്റെ മുത്തച്ഛൻ ഞങ്ങളപ്പോൾ ആ സമയത്ത് 3 ഫാമിലിയുള്ള ഈ പുൽക്കൃഷി തൈലം. എൻ്റെ മുത്തച്ഛൻ കോതംകുളത്ത് പോയി തൈലം വെച്ചിട്ട് 2 രൂപ കട്ടായിട്ട് കൊണ്ടുവന്ന് ഓരോ വീട്ടിലും കൊടുക്കും. എന്നെ പലഹാരെന്ന് പറഞ്ഞാൽ ഒരു പ്രമാദമായിട്ട് പലഹാരം എന്ത് പലഹാരെന്ന് അറിയാമോ? ഇഡ്ഡലി, വാഴപ്പഴം, മധുരയിട്ട പണിയാറ്. എടാ തമ്പി നോടാ പലഹാരം ചാപ്പിട്ട്. കല്യാണം വീട്ടിൽ എൻ്റെ മുത്തച്ഛൻ കൂടെ പോകുമ്പോഴേ എൻ്റെ അച്ഛൻ കൈ പിടിച്ചോണ്ട് പോവേ. അവർ വിളിച്ച് എടാ പലഹാരം ചാപ്പിടാന്ന് പറഞ്ഞ് തോർത്തുണ്ടാകാം. തോർത്തിൽ വാഴപ്പഴം, ഇഡ്ഡലി, ആ പണിയാറാണ് അവർക്ക് പ്രധാനമായ ആ കാലത്ത് പലഹാരം. നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഷീറ്റും അങ്ങനെ കളിക്കുന്നത്, അതാണ് പലഹാരം നമ്മൾ വരും. അങ്ങനെ പ്രമാദമായിട്ട് അവർ. അപ്പോൾ പലചരക്കടയിൽ ഒരു 10 എണ്ണപ്പാട്ട വാവെട്ടി ഫ്രണ്ടിലുണ്ടാവും. പലചരക്കടയിൽ എന്തൊക്കെ കൃഷിയുണ്ടോ അത് കൊച്ചു പിള്ളേർ തോർത്തിൽ മുടിഞ്ഞ് അരി, ഗോതമ്പ്, കാപ്പിക്കുരു, ബീൻസ് കുരു ഒക്കെ അതിനകത്ത് മുടിഞ്ഞു കൂടി അവിടെ ഇങ്ങനെ ഒരു മരക്കട്ട ഉണ്ടാവും. വിസിരി പോലെ ഇങ്ങനെ കൈപിടി വെച്ചിട്ട് മരക്കട്ട തട്ടുപോലെ. ആ മരക്കട്ടയിൽ ഉണ്ണിയും കുടഞ്ഞിടും. എത്തലാസ് പടിയൊന്നും ഉണ്ടാവില്ല. എടുത്ത് ആ കടക്കാരൻ നോക്കിയിട്ട് എടാ മോനെ എന്തെടാ വേണം? വെത്തലവാക്ക് വേണം, ആയിൽ വേണം, ചീനി വേണം, അവിടെ ഇതില്ലാത്ത സാധനം ചോപ്പ് വേണം. ഇങ്ങനെ അവന്മാർ ചോദിച്ച് വാങ്ങിച്ചെടുക്കും. അങ്ങനെ ആ കാലത്ത് അവർ തുണി അലക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? ചാരം ഉണ്ടല്ലോ നമ്മുടെ ചാരത്തിനകത്ത് വേവിച്ച് അങ്ങനെ അവർ തുണി അലയ്ക്കുന്നത്. കുളിക്കാന് നമ്മൾ എന്തൊക്കെ ചോപ്പൊക്കെ ഇടുന്ന കാട്ടിനകത്തുണ്ട് ആ നാറ് ഉരിച്ച് തടിയൊക്കെ കളയും. ആ നാരെടുത്ത് നല്ല ചുരുട്ടി അവിടെ കൊണ്ട് വീട്ടിൽ നല്ല ഒരു 10-50 എണ്ണം അവിടെ തൂക്കി വീട്ടിൽ ഉണ്ടാവും. അതാണ് കുളിക്കാനുള്ള സോപ്പ്. നല്ല സോപ്പുകളും നിറയവരും നല്ല ശരീരത്തിന് നല്ലതാണ്. അത് കാട്ടിനകത്ത് നാറായാലും നല്ല മെഡിസിനാണ്. അങ്ങനെ ആ കാലത്ത് അങ്ങനെ ആയിരുന്നു. ഞാൻ ഇവിടെ 7 വയസ്സ് പ്രായത്തിൽ വന്നിട്ട് ഞങ്ങൾ പള്ളിക്കൂടത്ത് പോകുമ്പോൾ ഇവർക്ക് കറടയ്ക്കാൻ പൈസയില്ല. എന്നെ മുത്തച്ഛന് ഞാൻ ചോദിച്ചു 25 വയസ്സ് എന്നാ കല്യാണത്തിനാണ് ഞാൻ ചോദിച്ചു. പുള്ളി പറയാം എടാ ഒരു ഗ്രാമത്തിൽ 40 കല്യാണം ഉണ്ടാവും. 5 ഗ്രാമത്തിൽ 200 കല്യാണം നടക്കുമ്പോൾ അവർക്ക് പൈസയുടെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് 25 പൈസ. അപ്പം ഇവര് കറം കൊടുക്കാൻ പറ്റാതെ അച്ഛാ 10-30 പേർ മൊത്തമായിട്ട് കട്ടിച്ചോറും കട്ടി തോളിലിട്ടിട്ട് ഈ വഴിക്ക് തേകുളം പോവും. ഈ ചെണ്ടുവാറ മാട്ടുപ്പെട്ടി കുണ്ടല എസ്റ്റേറ്റ് വെള്ളത്തിൽ കൂടി തേകുളം സാട്ടിൽ പോയി അവിടെ പോയി ഇവർ പൈസ വാങ്ങിക്കാൻ തന്നെ ഞങ്ങൾക്ക് ഈ സ്ഥലം കരയത്തിന് കൊടുത്തെന്ന് എഴുതി കൊടുക്കും. കുരിയമ്പളാന്ന് പറഞ്ഞ ഒരാൾ വീട് താഴെ ഉണ്ട്. നിങ്ങൾ ചോദിച്ചു കുരിയപ്പെന്ന് പറഞ്ഞ ഒരു മലയാളിയുണ്ട്. മക്കളെ ഉള്ള അയാളില്ല. കുരിയപ്പ് നമ്മുടെ കേരള ഭാഷയാണ്. പുള്ളി ഇത്രയും പൊക്കം ഉണ്ടാവും. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 2ാം ക്ലാസ് 3ാം ക്ലാസ് പഠിക്കുമ്പോൾ അയാളാണ് ഞങ്ങൾക്ക് കൊള്ളത്തിൽ ഒരിക്കലും വന്ന് പെൻസിൽ, കുച്ചി, സിലേഡ്, ചഞ്ചി ഒക്കെ അയാൾ ഞങ്ങൾക്ക് ഒന്ന് വിതരണം ചെയ്യും. അയാളെ കണ്ടാൽ തെയ്യം പോലെ. അങ്ങനെ അയാൾ ചെയ്ത് സ്വത്തൊക്കെ അവർ മണപ്പൂർവ്വം സഹിച്ചതല്ല, ഇവർ തന്നെ എഴുതി കൊടുത്ത. കറവും കൊടുക്കാൻ പറ്റാതെ അളവിന് വെച്ചിട്ട് ബാക്കി സ്ഥലങ്ങൾ കൊടുത്തു. കന്യാസ്ത്രീ മഠത്തിലും കൊടുത്തു. പക്ഷേ ഇപ്പം 8 ജനറേഷന് മുമ്പ് മുത്തച്ഛന് 8 പേരായില്ലേ. ഞാൻ പറയാം എടാ മോനെ നീ ഈ സ്ഥലം ഒരു 6 ഏക്കർ വെച്ചോ. ഇവിടെ വായു കൊണ്ടേ പറഞ്ഞുള്ളൂ, ആധാരം ചെയ്ത് കൊടുത്തില്ല. അതുകൊണ്ട് 75% സ്ഥലങ്ങളും വെറുതെ കിടക്കുക. അതിനകത്ത് വീട് വയ്ക്കാൻ ഒക്കില്ല, കറണ്ട് കിട്ടില്ല. അതിന് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ സർക്കാർ അതിനെ കട്ടാനുള്ള ഇത് തരുള്ളൂ. അങ്ങനെ വെറുതെ അങ്ങനെ സ്ഥലങ്ങൾ കിടക്കുക. ഈ ഗുരുമലയുടെ സ്ഥലം ലീസിനെ വാങ്ങി ഞാൻ പാടുപെടാന്ന് ഒത്തിരി പേര് അവന്മാർ തന്നെ കൈകാര്യം ചെയ്തു. അതിന് യാതൊരു എവിഡൻസില്ല. അയാൾ കേസെടുക്കാനും പറ്റില്ല. കന്യാസ്ത്രീ മഠത്തിൽ ഇപ്പോഴും ഞങ്ങൾക്ക് എത്ര ഏക്കർ വേണമെങ്കിലും വാങ്ങിച്ച് പാട്ടത്തിന് ചെയ്യാം. പക്ഷെ സ്വന്തം ഉണ്ടാവും. അങ്ങനെ ഈ ലോകത്തിൽ കിടക്കുന്നത്. അങ്ങനെ ഈ നാട്ടിലെ ഇത് അങ്ങനെയാണ്.
അപ്പോൾ ഈ മക്കന്മാരെല്ലാം ഇപ്പം കൂടുതലും മൃഗശല്യം പാക്കി തെങ്ങ് ഇട്ടിട്ട് കണ്ണടച്ച് അവന്മാരെ ഇരിക്കുക. എടാ നിന്റെ അണ്ണാ എൻ പേരിൽ ഇന്നും പട്ടയാളെണ്ണ എടാ ചെയ്യടാ ഇരിക്കണമെന്ന് വെച്ചാൽ ചെയ്യടാ. വീട്ടിൽ പോയാൽ ഇനി മുത്തയ്ക്കും പോയ എല്ലാം പോയാൽ എൻ്റെ അച്ഛനമ്മയും പോയി ഇതിനെ ആരെങ്കിലും എൻ്റെ പ്രായം എനിക്ക് 67 വയസ്സായി. എനിക്കുള്ള കാര്യങ്ങൾ എൻ്റെ മോനെ പിടിപാടും ഉണ്ടാവുമോ ഇവർക്കറിയോ? നമുക്കുള്ള പിടിപാടും നമ്മുടെ പ്രായം ഇവരുടെ പ്രായങ്ങൾ വേറെ. ഈ നാട്ടിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയും, അതിന് പുറകെയുള്ളവർക്ക് അറിയില്ല. അങ്ങനെ ഇവിടുത്തെ സ്ഥിതികൾ അങ്ങനെ കിടക്കുക. അതുകൊണ്ട് ഈ അഞ്ചനാട് എന്ന് പറഞ്ഞ് ഈ ഗ്രാമം 5 ഗ്രാമമുള്ളതുകൊണ്ട് അഞ്ചനാട്. ഞങ്ങൾ തമിഴിൽ 25 വിസ മരിച്ചവന് കൊടുക്കും ആ കാലത്ത്. ഇവർ കല്യാണത്തിന് 25 വിസ. എന്നെ മുത്തച്ഛനെ ചോദിച്ചപ്പോൾ പിന്നെ ആ കാലത്തൊക്കെ ഉണ്ടല്ലോ, അവന്മാരുടെ വീട്ടിൽ പോയാൽ ഒരു ഗ്രാമത്തിൽ 10 തോക്കം ഉണ്ടാകും. ഇഷ്ടംപോലെ ഞാൻ പഠിക്കുമ്പോൾ തന്നെ കട്ടടിച്ചിട്ട് അവന്മാരുടെ കൂടെ കൂട്ടത്തിൽ വേട്ടയ്ക്ക് പോകുന്നു. ഇറച്ചില്ലാതെ വന്ന ദിവസവും ഇല്ല. ഇപ്പം ആ തോക്ക് മുഴുവൻ സർക്കാർ വാങ്ങിച്ചു. ഏത് ഇറച്ചി ഉണ്ടെങ്കിലും കിട്ടും. അങ്ങനെ ആ കാലത്ത് അങ്ങനെ ആയിരുന്നു ലോകത്തിൽ ഈ അഞ്ചനാട് ഗ്രാമം. അവന്മാർ നെല്ല് വീട്ടിൽ കൊണ്ട് ചേർക്കാൻ പറ്റില്ല. കാട്ടിനകത്ത് കിടന്ന് മഴ പെയ്ത് ആ കാലത്തിലൊക്കെ മാന്ത്രവാദി ഈ പടിയുണ്ടല്ലോ നമ്മൾ അളക്കാനുള്ള പടി, ആ പടിയിൽ മഴ പെയ്യാൻ വെച്ചിട്ടുള്ള ആൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ നെല്ല് കൊയ്യുന്ന സമയത്ത് ഇവിടെ മഴയാ കൊയ്യാൻ പറ്റുന്നില്ല, ഒന്നും വീട്ടിൽ കൊണ്ട് എത്തിക്കാൻ പറ്റുന്നില്ല. ഇയാൾ ഈ മഴ അങ്ങേ സൈഡ് മാറ്റി വിടും. അങ്ങനെയൊക്കെ ഈ ലോകത്തിലുണ്ടായിരുന്നു. വരും അഞ്ചനാട് സ്ഥലത്തിൽ അറിഞ്ഞിരിക്കണം. ഈ പോടും കൂടി നിങ്ങൾ എടുത്തു വയ്ക്കും. ഗവൺമെന്റ് പറയുന്ന താൽമനാണ്. പുറകോട്ട് പറയുന്ന ചെത്ത ചാവതിനെ കൊണ്ട് പാറ പുറത്തിട്ടാൽ സെറ്റാവുമോ? ഒന്നിൽ തീ കത്തിക്കുക, അല്ലെങ്കിൽ മണ്ണ് കുടിച്ചിട്ട് അല്ല ശരിയാവുള്ളൂ. പറയാൻ കൂടി ഇത് വേണം. അത്രയും വാല്യുബിളായ ഇൻഫർമേഷൻ കിട്ടിയില്ലോ. ആ കുന്നിലുണ്ട് മുനിയറകൾ. അത് മുന്നിയർ ആ വീട് എന്താ വീട്? അത് നൈറ്റ് വാച്ച്മെന്റെ സാന്റിൽ വാച്ച്മെന്റെ സെറ്റാ. ഇനി 5 മണിക്കാകുമ്പോൾ വരും. അവിടെ ട്രൈബൽസാ അപ്പുറത്തുള്ളവർ. അതെന്റെ കുത്തിയിരിക്കില്ല, അവരെല്ലാം ട്രൈബൽസ്. ആ ഉണ്ട്. അവർ പെലയന്മാർ. ഇതേ ഇവിടെ ആദിവാസികൾ 1, മണ്ണാന്മാർ 2, പെളയന്മാർ 3, നമ്മുടെ തമിഴ് ആൾക്കാർ 1, 4, നമ്മുടെ കേരളവാസികൾ 1, 5 ചരിത്രങ്ങളാണ് ഇവിടെ. ഈ കുന്ന് അപ്പുറമാണ് വട്ടവട കോവിലൂർ. ആ ഇടത്തോട്ട് കൊടൈക്കനാൽ. ഈ വളത്തോട്ട് ആ മല ചെണ്ടുവാറ ടാറ്റ KDGP കമ്പനിയുടെ ആണ് ആ മല. അത് കഴിഞ്ഞാണ് കുണ്ടല ഡാം, മാട്ടുപ്പെട്ടി ഡാം, മൂന്നാർ. ഇങ്ങോട്ട് തരുവാന്നൊരു ടാപ്പ് സ്റ്റേഷൻ, ഇങ്ങോട്ട് തരുവാന്നൊരു ടാപ്പ് സ്റ്റേഷൻ, ഇങ്ങോട്ട് തരുവാന്നൊരു വട്ടവട കോവിലൂർ. ഈ മണ്ണഞ്ഞോള് കൂടി എളുപ്പം പോകാം. മഞ്ഞുള്ള സ്ഥലത്തെ എല്ലാ മരത്തിലും എത്രാമത്തെ മരം, എണ്ണം ഒക്കെ ഉണ്ട്. ഇപ്പം എങ്ങനെയാണെന്നറിയാമോ? മരത്തിൻ്റെ കപ്പാസിറ്റി മുതൽ അതിലുണ്ട്. ഈ മരം ഇത്ര സെൻറ്റിമീറ്റർ ഉണ്ട്, ഇന്ന പോലെ കപ്പാസിറ്റി ആണെന്ന് മുതൽ അതിൽ എഴുതിയിട്ടുണ്ട്. വലിക്കരുത്, കട്ടേനും വലിക്കരുത്. വലിച്ചാൽ കൈ മുറിക്കും, കത്തി കൊണ്ട് മുറിക്കും. കത്തി പോലെ മുറിച്ചോളെ. കട്ട് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കണം. ക്രിസ്തു സഭയില് പൂജയുള്ള അച്ഛനും ഭൃതന്മാരുടെ കാലേജ് ഇവിടെ ഉണ്ട്, നമ്മുടെ റിപ്പോർട്ട് അടുത്ത്. അവരുടെ കുറിച്ചാണ് അത്. ശ്രീരാമന്റെ ക്ഷേത്രം. അജിത് എന്ന് പറഞ്ഞ സിനിമ ആക്ടേഴ്സ് ഉണ്ടല്ലോ, അയാളും ഈ 5 ഗ്രാമത്തുകാരും കൂടി പൈസ ഇട്ട് കത്തിച്ചത്. ജസ്റ്റ് വെറുതെ കൊടുന്ന് വെച്ച് ശ്രീരാമന്റെ ക്ഷേത്രം വേലി വരിക. അതല്ല ഹിന്ദു ക്ഷേത്രം വരുമ്പോ പിന്നെ ശരിക്കും ആ ഒരു കാട് ഫീൽ ചെയ്യല്ലേ? മഴ സമയത്ത് ഇവിടെ നമ്പർ ചന്ദനം ചുവട് മോള് ഇങ്ങനെ ഉണങ്ങുമല്ലേ എടുക്കുള്ളൂ. അല്ലാതെ പച്ചമരണം എന്താ ഫീല്? ഇതിനൊരു ഫോട്ടോ എടുക്കണോ? ഫോട്ടോ സ്റ്റിൽ സൂപ്പർ സൂപ്പർ. പോയിരുന്ന സജീവനെ പിടിച്ചോടുന്നു ഞാന്. സജീവനെ പോവാ ഇങ്ങനെ കടക്കാൻ വിചാരിച്ചായിരുന്നു. അവിടെ ഇത് ചന്ദനം. ആ നമ്പർ അടിച്ചൊക്കെ ചന്ദനം. ഇത് നമ്പർ അടിച്ചൊക്കെ ചന്ദനാണ്. ഇത് ചന്ദനം. ഞാൻ ഈ കാട്ടുചെടി ഈ KL 46C എന്നൊക്കെ എഴുതിയ ചന്ദനം.
അതെന്റെ പറഞ്ഞ പോലെ അതിന്റെ എല്ലാ ക്വാളിറ്റി എല്ലാ സംഭവം എഴുതിണ്ടാവും. ഇത്ര സെന്റിമീറ്റർ, ഇത്ര വർഷം. അന്ന് ഞങ്ങൾ വന്നിട്ട് ഇങ്ങനെ നടന്നില്ലല്ലോ. മഴ വന്നാലും കുഴപ്പമില്ല. ഇനി വണ്ടിയിലേക്കല്ലേ കയറണേ. ഇനി നമുക്ക് പ്രശ്നമല്ല. ഈ മഴ പെയ്യട്ടെ, 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 അങ്ങനെ പെയ്യട്ടെ. ഇതെന്താ മരം അത്? ഇതെന്ത് മരം പറയണേ? ഇത് കാട്ടുചെടി. എന്താ കാട്ടുചെടി? പക്ഷെ നിങ്ങൾ വെച്ചു പിടിപ്പിച്ച പോലെ ഉണ്ടുള്ളത്. അല്ല ഒരേപോലെ തന്നെ, ഒരേ മരങ്ങൾ പോലെ. ഇവിടെ ഒരു ഗുഹയുണ്ട്, ഗുഹ. ഇറങ്ങാൻ പറ്റുമോ? ഇത് മുനിയറ ഗുഹ. പിടിച്ചു പിടിച്ചു. അവിടെ എന്താന്ന് ഇത് ഭൂമിയുടെ അടിയില, ഒരു 5 പേർക്ക് ഉള്ളിലിരിക്കാം. ആ രീതിയിൽ ഇതിപ്പോ അടുത്ത് കിട്ടിയതാ? അല്ല, ഫോട്ടോ എടുക്കും. അല്ല അല്ല, അത് 3000 മുതൽ 14000. അപ്പൊ അന്ന് വന്നിട്ടൊന്നും ഇതൊന്നും കണ്ടില്ല. പോയാ ആ, ഞങ്ങൾ ഇതിവിടെ വന്നിട്ടുണ്ട്. പിന്നെ മോളിൽ കൂടെ കൊണ്ട് പോയിണ്ടാവും. മുനിയറേട്ടാ, കാണാത്തവരൊക്കെ വരുമ്പോ ഈ മുനിയറെ കൂടി ശ്രദ്ധിച്ചു ഞങ്ങള്. ഇതിപ്പോ നമ്മളാ ചേട്ടൻ നമുക്ക് കാണിച്ചു തന്ന മുനിയൻ. ഇവര് അടിപൊളി നല്ല ഡിസൈനുകള് വരച്ചടിച്ച് സെറ്റാക്കിട്ട് വരെ. കാട്ടുപോത്ത്, ആനക്കൊട്ടാപ്പാറ, ആനക്കോട്ടാപ്പാറ. ആപ്പറേ എന്തായാലും ഞങ്ങളെല്ലാരും ഇതിന്റെ ഉള്ളിൽ ഒരു നല്ലൊരു കച്ചവടത്തിന് ഇറങ്ങിക്കാണ്. എല്ലാരും വാങ്ങിയിട്ടുണ്ട്. ഒരു ഇതെല്ലാരും കച്ചവടം പൊടിക്കണം. ഇതുകൊണ്ട് സെക്രട്ടറി വന്നേ, എല്ലാരും പൊരിക്കണ്ട. ഇത് വൈനുണ്ട്, വൈൻ, ഷാമ്പു, അതിങ്ങോട്ട് എല്ലാരും ഭയങ്കര ഇതിലണ്ട. റോട്ടിലല്ല നിക്കണേ, റോട്ടിലാണ് നിക്കണേ. വലിയ കൊമ്പയാണല്ലോ. അപ്പഴത്തെ കൈയിടി വരുമ്പോ എടുത്തോടുത്തോ. അടുത്തേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാല് എടുത്തോ.